നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആന്ത്രോപിക് തങ്ങളുടെ പുതിയ AI സംവിധാനം പുറത്തിറക്കിയതോടെ ആഗോള IT വിപണിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ IT ഭീമന്മാരായ TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾക്ക് ഒരു ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഒരു കാലത്ത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടലായിരുന്ന IT മേഖല ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. അതോ ഇതൊരു പുതിയ വിപ്ലവത്തിൻ്റെ മുന്നോടിയായുള്ള ഒരു ഇടവേളയാണോ? ആന്ത്രോപിക് പോലുള്ള കമ്പനികൾ വികസിക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡലുകൾ കൊണ്ടുവരുന്നത് IT തൊഴിൽ വിപണിയെ മാറ്റിമറിക്കുകയാണ്. ഇതിനിടയിൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും ലേ ഓഫുകളും ജീവനക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ വിജയകുമാർ, IT അസോസിയേഷൻ സെക്രട്ടറി അനൂപ് എബി, AI കൺസൾട്ടൻറ്റ് സുരേഷ് കുമാർ K എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ വിജയകുമാർ, എന്തുകൊണ്ടാണ് ആന്ത്രോപിക്കിൻ്റെ ഒരു കണ്ടുപിടുത്തം ഇന്ത്യൻ IT ഓഹരികളെ ഇത്രത്തോളം ബാധിച്ചത്? ഇത് ഒരു ഡിസ്റപ്റ്റീവ് ടെക്നോളജിക്കൽ ചേഞ്ചിൻ്റെ ഒരു കാലഘട്ടമാണ്. വളരെ പെട്ടെന്നാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസും ഇന്നോവേഷൻസും ഉണ്ടാകുന്നത്. ആന്ത്രോപിക്കിൻ്റെ ഈ ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിൻ്റെ കണ്ടുപിടുത്തം അത് വളരെ ഡിസ്റപ്റ്റീവ് ടെക്നോളജിയാണ്. ഇതിനു മുമ്പ് ഇതിപ്പോൾ ഒരു AI ടൂളാണ്. തീർച്ചയായും. പക്ഷേ ഡോക്ടർ വിജയകുമാർ, നിക്ഷേപകർ എന്തിനെയാണ് ഭയപ്പെടുന്നത്? അതിലേക്കാണ് വരുന്നത്. ChatGPT പോലെയുള്ള ഒരു AI ടൂളാണ്. പക്ഷേ ഇതിന്റെ വ്യത്യാസം, ഇതൊരു വെറുതെ ഒരു ചാറ്റ് ബോട്ട് അല്ല, ഇതൊരു വർക്ക് പ്ലേസ് സിസ്റ്റമാണ്, ഒരു കംപ്ലീറ്റ് വർക്ക് പ്ലേസ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ IT കമ്പനികൾ, മുൻനിര IT കമ്പനികൾ, താങ്കൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് മുതലായിട്ടുള്ള ലീഡിങ് IT കമ്പനികളൊക്കെ ചെയ്തു വരുന്ന ഒരുപാട് ജോലികളുണ്ടല്ലോ. അതിൽ ലീഗൽ വർക്ക് ഉണ്ട്, പിന്നെ കമ്പനി അനാലിസിസ് ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനേക്കാൾ ഉപരി കോഡിംഗ് ഉണ്ട്. ഈ ജോലികളൊക്കെ തന്നെ ഈ ഒരു പുതിയ ഈ ക്ലൗഡ് കോവർക്ക് എന്നുള്ള ആന്ത്രോപിക്കിൻ്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ടൂളിന് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാവുമ്പോൾ this AI tool will be directly competing with Indian IT companies. അങ്ങനെയാവുമ്പോൾ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മേഖലയാണ് IT മേഖല. ഇപ്പോൾ IT മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ IT ഇൻഡസ്ട്രി വലിയ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ്. ഒരു $250 ബില്യൺ ഇൻഡസ്ട്രിയാണ്, ചെറുതല്ല. $250 ബില്യൺ ഇൻഡസ്ട്രി. ആൻഡ് ദിസ് ഇൻഡസ്ട്രി ഡയറക്ട്ലി എംപ്ലോയ്സ് അറൌണ്ട് 54 lakh പീപ്പിൾ. 54 ലക്ഷം ആൾക്കാരെ നേരിട്ടും ലക്ഷക്കണക്കിന് ആളുകളെ പരോക്ഷമായിട്ട് മറ്റ് പല ലോജിസ്റ്റിക്സ് കൊണ്ടല്ലോ അങ്ങനെയൊക്കെ തന്നെ ജോലി സൃഷ്ടിച്ചിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു വലിയ ഒരു ഷോക്ക് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഈ IT കമ്പനികൾ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ഈ ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലുള്ള പുതുതായിട്ട് വേറെയും കമ്പനികൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സോഹോൻ്റെ ശ്രീധർ വെമ്പു തന്നെ പറഞ്ഞു, കോഡ് റൈറ്റിംഗ് ഒരു ജീവനോപാധിയായിട്ടുള്ള
ഒരു രീതി നമ്മൾ മാറ്റിയിട്ട് വേറെ ജീവനോപാധി കണ്ടുപിടിക്കേണ്ടി വരും. ശ്രീധർ വെമ്പുവിനെ പോലൊരാള് അത് പറയുമ്പോൾ അത് വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ വന്നിട്ട് ഇന്ത്യയിലെ മുൻനിര IT കമ്പനികളൊക്കെ തന്നെ അവരുടെ വളർച്ചയെ അത് ബാധിക്കും എന്നുള്ളതാണ് ആശങ്ക. ഇന്ത്യൻ IT കമ്പനീസ് ആർ നോട്ട് ഗോയിങ് ടു ലൂസ് ജോബ്സ് ഓവർനൈറ്റ്. പെട്ടെന്ന് സംഭവിക്കുന്നുള്ളതല്ല. മാർക്കറ്റ് എപ്പോഴും വരാനിരിക്കുന്ന കാര്യത്തിനെ ഡിസ്കൗണ്ട് ചെയ്യും, നേരത്തെ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പൊ ഈ തരത്തിലുള്ള വലിയൊരു ഡിസ്റപ്റ്റീവ് മാറ്റം ഉണ്ടാവുമ്പോൾ ഇന്ത്യൻ IT കമ്പനികളുടെ ജോലികളൊക്കെ തന്നെ ഭാവിയിൽ അതിന്റെ അറ്റ്ലീസ്റ്റ് ഗ്രോത്ത് കുറവാകുമ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റിന് കുറയും, ലാഭത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് 8% വരെ താഴ്ച ഈ കമ്പനികൾക്ക് നഷ്ടം പറ്റിയെന്ന് പറയുന്നത് ശരിയല്ല. കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്, കമ്പനികളുടെ പ്രോഫിറ്റിനെ ബാധിച്ചിട്ടില്ല. അപ്പൊ കമ്പനികൾക്ക് ഇത്രയും നഷ്ടം പറ്റിയെന്നുള്ള ഒരു പ്രസ്താവന ശരിയല്ല. കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് 5-8% വരെ കുറവുണ്ട്. ഡോക്ടർ വിജയകുമാർ, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ IT ഓഹരികളുടെ ഭാവിയെ എങ്ങനെ കാണുന്നു? ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു ഭീഷണി ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ വർഷത്തിൽ 2025 തന്നെ ആ ആശങ്ക ഉണ്ടായിരുന്നു. 2024 തുടങ്ങിയതാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഇക്കോണമിസ്റ്റുകളൊക്കെ പറയാറുള്ളത്. 2025 അവസാന പാദങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഒരു വലിയ സ്ലോ ഡൗൺ ഉണ്ടാവും. 2026 ആദ്യത്തോടെ ഗ്ലോബൽ ഇക്കോണമി തന്നെ ഒരു റിസഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ വലിയൊരു സ്ലോ ഡൗണിലേക്ക് പോവാമെന്ന് വേൾഡ് ബാങ്ക് IMF അടക്കം റിസഷൻ പറഞ്ഞില്ലെങ്കിലും ഒരു വലിയ സ്ലോ ഡൗണിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചില്ല. അമേരിക്കയിൽ വലിയ സ്ലോ ഡൗൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. അമേരിക്കൻ ഇക്കോണമി ഈസ് ഡൂയിങ് വെരി വെൽ. അതിന് കാരണം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അല്ലെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയും താഴേക്ക് പോവുമായിരുന്നു. $30 ട്രില്യൺ GDP ഉള്ള അമേരിക്കൻ ഇക്കോണമിയിൽ ഒരു വളർച്ചയിൽ കുറവുണ്ടാവുമ്പോൾ, മാന്ദ്യം ഉണ്ടാവുമ്പോൾ അത് ആഗോള മാന്ദ്യത്തിലേക്ക് നയിക്കും. അത് ഉണ്ടായിട്ടില്ല. കാരണം വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് അവിടുത്തെ മുൻനിര AI കമ്പനികൾ ചെയ്യുന്നത്. $660 ബില്യൺ ഈ വർഷത്തിലെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ. അതൊരു ബബിളായിട്ട് മാറി AI സ്റ്റോക്സിൽ ഒരു ക്രാഷ് ഉണ്ടാകുമോ മുതലായിട്ടുള്ള ആശങ്കകളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഈ $660 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇറ്റ് ഇസ് മാസീവ് ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഒരു ആഗോള മാന്ദ്യം എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഇല്ല. പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് 2-3 പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് തൊഴിലവസരങ്ങൾ, ഡീസന്റ് സാലറിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലെ ഒരു തളർച്ച ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വല്പം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. വലിയൊരു ഭീഷണി സമ്പദ് വ്യവസ്ഥയ്ക്കൊന്നും ഇതുകൊണ്ടില്ല. സമ്പദ് വ്യവസ്ഥയിൽ ഈ 2026 7% കൂടുതൽ വളർച്ചയോടെ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഓഫ് ദ വേൾഡ് ആയിരിക്കും ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഏക അഭിപ്രായമുണ്ട്. So this is not going to impact India's GDP growth, but it has the potential to impact IT jobs, particularly in the software sector. ശരി, അങ്ങനെ പറയുമ്പോൾ തന്നെ പരമ്പരാഗത IT സേവനങ്ങളിൽ നിന്ന്, ട്രഡീഷണൽ IT സർവീസസിൽ നിന്ന് AI അധിഷ്ഠിത സേവനങ്ങളിലേക്ക് കമ്പനികൾ മാറുമ്പോൾ നിക്ഷേപകർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നമ്മുടെ ഈ കമ്പനികളെല്ലാം തന്നെ TCSും ഇൻഫോസിസും HCL ടെക്കും വിപ്രോവും അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള കൊഫോർജ്, പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ഇവരൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ TCS ഒരു വലിയ ഡേറ്റാ സെന്ററിൽ തന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഫോസിസും HCL ടെക്കൊക്കെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് അവർക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉള്ള കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉള്ള മേഖലകളിൽ നടത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതൊരു വാദഗതിയുണ്ട്. ഇപ്പോൾ ഈ ഒരു ആന്ത്രോപിക്കിന്റെ ഈ ഒരു ഡിസ്ട്രപ്റ്റീവ് ചേഞ്ചിനെ കുറിച്ചിട്ട് ശ്രീധർ വെമ്പുവിന്റെ ഒരു കമന്റ് കേട്ടു എന്നല്ലാണ്ട് നമ്മുടെ മേജർ IT ലീഡേഴ്സ് ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല. അവര് ഡാവോസിലുള്ള ഒരു ഗ്ലോബൽ മീറ്റിലൊക്കെ തന്നെ they were very optimistic despite the changes happening in artificial intelligence. നമ്മളും അത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ചില എക്സ്പെർട്സ്, എനിക്കതിൽ വലിയ ഡൊമൈൻ എക്സ്പെർട്ടീസ് ഇല്ല, എൻ്റെ മേഖലയല്ല. 2 സഹ പാനലിസ്റ്റുകൾക്ക് അവർക്ക് എന്നെക്കാൾ കൂടുതൽ അറിയും മേഖലയിൽ, അവരുടെ ഏരിയയാണ്.
അപ്പൊ അവർ പറഞ്ഞോട്ടെ അതിനെ കുറിച്ചിട്ട്. പക്ഷെ പൊതുവേ ഉള്ളൊരു ഓപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനകത്തുള്ളത് ഈ 2000 മുതൽക്ക് തന്നെ, നമ്മുടെ Y2K പ്രോബ്ലം മുതൽക്ക് തന്നെ ഇന്ത്യൻ IT കമ്പനികൾ വളർച്ചയൊക്കെ അവസാനിക്കാറായി, അത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഓരോ ക്രൈസിസ് വരുമ്പോഴും ആ ക്രൈസിസിനെയൊക്കെ തന്നെ വളരെയധികം കോൺഫിഡൻസോടെ നേരിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇന്ത്യൻ IT കമ്പനികൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുകൊണ്ടുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അഡാപ്റ്റ് ചെയ്യാനും വളരാനും ഒരുപക്ഷെ ഈ കമ്പനികൾക്ക് സാധിച്ചു എന്ന് വരാം. മാർക്കറ്റിന്റെ ഒരു റിയാക്ഷൻ 8% പ്രൈസ് കുറഞ്ഞിട്ടുള്ള ആ മാർക്കറ്റ് റിയാക്ഷൻ ഒരു പക്ഷേ ഒരു നീജർക്ക് റിയാക്ഷൻ ആവാം. ഐ തിങ്ക് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ശരി, ഡോക്ടർ വിജയകുമാർ, താങ്കൾ ചർച്ചയിൽ നിന്ന് നേരത്തെ പിൻവാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർച്ചയായി താങ്കളോട് ചോദിച്ചത്. ചർച്ചയിൽ തുടരുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ മറ്റതിഥികളിലേക്ക് ഒരു കാര്യം കൂടി എനിക്കൊരു വേറൊരു കാര്യമുണ്ട്. വീട്ടിലൊരു അത്യാവശ്യ ചടങ്ങുള്ളത് കൊണ്ട് അത് തുടങ്ങാൻ അധികം സമയമില്ല. അതുകൊണ്ട് കൂടിയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പോകുന്നതിന് മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വളരെ ഒരു ഉണർവുണ്ട്, ഒരു ഉത്സാഹമുണ്ട്. മാർക്കറ്റിൽ നല്ലൊരു ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു ലാർജ് ക്യാപ്സിന് മാത്രമുള്ളതല്ല, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ, അത് വലിയൊരു ആശങ്കയായിരുന്നു. 50% ടാരിഫ്, ആ ഒരു ഡീൽ നടന്നു. അപ്പൊ അതിന്റെ അൺസർട്ടനിറ്റി മുഴുവൻ ഒഴിവായി. അപ്പൊ ഇന്ത്യയുടെ എക്സ്പോർട്സ് വർദ്ധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം വന്നു. വിപണിയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ മേജർ ഓവർ ഹാൻഡ്. പിന്നെ അതുകൂടാണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഡീൽ, ഇന്ത്യ ന്യൂസിലാൻഡ് ഡീൽ, ഇന്ത്യ ഒമാൻ മുതലായിട്ടുള്ള രാജ്യങ്ങൾ, UK ഒക്കെ ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള ഫ്രീ ട്രേഡ് ഡീൽ ഉണ്ടായിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് എഹെഡ് വെരി ഫാസ്റ്റ് ഇൻ ട്രേഡ് ഡീൽസ്. ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ വരുന്ന വർഷങ്ങളിലും പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, FIIs കഴിഞ്ഞ ഒരു വർഷത്തിൽ മാസീവ് സെല്ലേഴ്സ് ആയിരുന്നു. $19 ബില്യൺ ആണ് കഴിഞ്ഞ വർഷം ഇക്വിറ്റി മാർക്കറ്റിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിറ്റത്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. കഴിഞ്ഞ വർഷം പ്രധാനമായിട്ടും ഒരു AI ട്രേഡ് ആയിരുന്നു. ഇന്ത്യ ഒരു AI മേഖലയിൽ വി ഡോണ്ട് ഹാവ് ലാർജ് AI കമ്പനീസ് ഓർ സിഗ്നിഫിക്കൻറ്റ് AI കമ്പനീസ്. അതായിരുന്നു പ്രധാനമായിട്ടുള്ള ഘടകം. പിന്നെ ഇന്ത്യൻ്റെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്തും മോശമായിരുന്നു. ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. FIIസിന്റെ ഇൻവെസ്റ്റ്മെന്റ് വലിയ തോതിൽ വന്നു തുടങ്ങിയതല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ 6 ട്രേഡിംഗ് ഡേയ്സിൽ 5 ട്രേഡിംഗ് ഡേയ്സും FIIs ബയേഴ്സ് ആയിരുന്നു. I'm not saying that this is a trend reversal, but എങ്കിലും at least have stopped selling in the Indian market, and that is a very big positive. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യൻ്റെ ഫണ്ടമെന്റൽസ്, എന്ത് പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടായാലും ഫണ്ടമെന്റൽ സ്ട്രോങ് ആയാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു റെസീലിയൻസും ഗ്രോത്തും ഉണ്ടാവുള്ളൂ. ആ ഫണ്ടമെന്റൽസിലും നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ 7.4% GDP ഗ്രോത്ത് ആയിരുന്നു. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ FY27 അത് വീണ്ടും 7% GDP ഗ്രോത്ത് ഉണ്ടായിരിക്കും. പ്രധാന കാരണം, കഴിഞ്ഞ വർഷം 7.4% GDP ഗ്രോത്ത്. കഴിഞ്ഞ വർഷം ഞാൻ പറയുമ്പോൾ 7.4, FY26 ആണ് അവസാനിക്കാൻ ഇനിയും 1.5 മാസത്തിൽ കൂടുതലുണ്ട്. ആ ഗ്രോത്ത് 8% നോമിനൽ GDP ഗ്രോത്തേ ഉണ്ടാക്കിയുള്ളൂ. കാരണം നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ GDP ഡിഫ്ലേറ്റർ 0.6% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 8% നോമിനൽ GDP ഗ്രോത്ത് ഉണ്ടായത്. നോമിനൽ GDP ഗ്രോത്ത് ആണ് കമ്പനികളുടെ റവന്യൂ, പ്രോഫിറ്റബിലിറ്റി, സർക്കാരിന്റെ റവന്യൂ ബോയൻസി ഇതിനൊക്കെ നിർണ്ണയിക്കുന്നത്, മോർ ദാൻ ദ റിയൽ GDP ഗ്രോത്ത്. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും RBIന്റെ പ്രൊജക്ഷൻ അനുസരിച്ച് 3-4% വരെ ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇൻഫ്ലേഷൻ ഉയരുക എന്നുള്ളത് പോസിറ്റീവാണ് വാസ്തവത്തിൽ. അപ്പോൾ ഒരു 7.3% GDP ഗ്രോത്ത് പ്ലസ് ഒരു 3.54% ഇൻഫ്ലേഷൻ. GDP ഡിഫ്ലേറ്റ് എന്ന് പറയുമ്പോൾ 10% കൂടുതൽ നോമിനൽ GDP ഗ്രോത്ത് ഉണ്ടാവും. അത് ഒരു 10.5% കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്ത് അടുത്ത വർഷത്തിൽ FY27 ഉണ്ടാവും. അത് മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റിൽ ഒരു റാലി, ഒരു മോഡസ്റ്റ് റാലി പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇപ്പോഴും നമ്മുടെ പിന്നെ വാല്യുവേഷൻസ് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. വി കൻ എക്സ്പെക്ട് എ മോഡസ്റ്റ് റാലി ഓഫ് around 10 to 12% this year. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ IT companies may not participate in the rally, but there are many other segments like automobiles, hotels, ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ജ്വല്ലറി, ഒരുപാട് ഇപ്പോൾ ഇന്നലേക്ക് വന്നിട്ടുള്ള ടൈറ്റൻ, എസ്കോട്ട്സ്, പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നു. ഒറ്റ ദിവസത്തിലാണ് 7% കയറുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ബി സെക്ടർ സ്പെസിഫിക് ആൻഡ് സ്റ്റോക്സ്. ശരി,
വളരെ നന്ദി ഡോക്ടർ വിജയകുമാർ. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ അനു ബേബി, ക്ലൗഡ് പോലുള്ള AI മോഡലുകൾ വരുന്നതോടെ കോഡിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും പാടെ മാറുമോ? മനുഷ്യന്മാരായ ഡെവലപ്പർമാരുടെ പ്രസക്തി കുറയുകയാണോ ഇതോടുകൂടി? സത്യത്തിൽ ഈ ഒരു വിഷയം ഒരു ഡിസ്കഷൻ എടുത്തത് എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ ഒരു മീഡിയ നിങ്ങളാണെന്ന് തോന്നുന്നു. അത് വളരെ നല്ല കാര്യം. അപ്പം മറ്റുള്ള മാധ്യമങ്ങളെല്ലാം ഇനി ഇതിന് ശേഷം ഒരു കടന്നു വരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പം ഈ ആന്ത്രോപിക് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ, അതായത് അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി പുറത്തിറക്കിയ ഒരു ടൂളിന്റെ ഒരു പ്രസൻസ് കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ IT സെക്ടറിൽ 2 ലക്ഷം കോടി രൂപയാണ് ഒരു 3 ദിവസം കൊണ്ട് വാനിഷായി പോയത്. ഇതുവരെയായിട്ട് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര IT മിനിസ്റ്ററോ ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും പ്രതികരിക്കാനായിട്ടോ അവരുടെ യാതൊരു റെസ്പോൺസും ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതെങ്ങനെയാണ്, ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യൻ IT സെക്ടറിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ആന്ത്രോപിക്കിൻ്റെ ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് എൻ്റെ അകത്ത് എക്സ്പെഷ്യലി ക്ലൗഡ് ഫാമിലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറയുന്ന കമ്പനിയുടെ തുടക്കകാലം മുതൽ ഞാൻ ഇവരുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളതും അവരുടെ ഫ്രീ വെർഷനും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പോലും ഗൂഗിള് ഇവരുടെ ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഈ പ്രൊഡക്റ്റ് അത്രത്തോളം ഇവരുടെ അൽഗോരിതവും അവർ ലോജിക്കലി വളരെ ട്രെയിൻഡ് ആയിട്ടാണ് ഇവർ ഈ പ്രോഡക്റ്റ് പുറത്തിറക്കുന്നത്. അതിൽ ഓരോ സ്റ്റേജിലും ഇപ്പം ഈ വളരെ റീസെൻ്റായിട്ട് അവർ റിലീസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്, ഇവരുടെ ഈ ക്ലൗഡ് ഫാമിലിയിലുള്ള പ്രൊഡക്റ്റാണ് ഈ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണിത് സത്യത്തിൽ ഇന്ത്യൻ IT സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരിലോട്ട് ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. അതാണ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ അറിയിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ. ഇപ്പം നമ്മുടെ ഒരു IT സെക്ടർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1000 CR ഒരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഒരു അനലൈസ് ചെയ്യുന്ന ഒരു ടീമിനെ ആദ്യം ബിൽഡ് ചെയ്യും. അത് അവർ 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ആ പ്രൊജക്റ്റ് അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ടീം അതിന് ആ പ്രൊജക്റ്റ് അത് ആർക്കിടെക്റ്റ് ചെയ്യും. അടുത്ത ആ ടീം ബിൽഡ് ചെയ്തിട്ട്, അതായത് ആവശ്യമായിട്ടുള്ള ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡെവലപ്പേഴ്സ്, ടെസ്റ്റിങ്, പിന്നെ കോർഡിനേറ്റേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡാറ്റാ സെൻറ്റർ ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്ത് നിന്നല്ല IT സെക്ടറിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനി അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ പാടെ തകർത്ത് കളഞ്ഞു. അവരുടെ ലോജിക്കലി അവരുടെ അൽഗോരിതത്തിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ പുതിയ അപ്ഡേറ്റ്സുകൾ അത്രയും വലുതായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പം ഏകദേശം ഒരു 1 lakh പേഴ്സണലി 1 lakh ഞാൻ ഈ കമ്പനിക്ക് അവരുടെ ടൂൾസ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പേ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ട്രക്ചറും എനിക്കറിയാം. ഇവരുടെ CRM സോഫ്റ്റ്വെയറുകളായിക്കോട്ടെ, ERP ആയിക്കോട്ടെ, ഏറ്റവും ടോപ്പിൻ്റെ സോഫ്റ്റ്വെയറുകൾ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് അവരുടെ പ്രോഡക്റ്റിനെ ലോജിക്കലി അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചു. വളരെ പെർഫെക്റ്റ് ആയിട്ടത് ട്രെയിൻ ചെയ്യിപ്പിച്ചു. അത് മാത്രമല്ല, ഈ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് പല ടൂൾസിനെയും തേർഡ് പാർട്ടി ടൂൾസിനെയും കൂടെ അവർക്ക്. അനൂപ് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വേഗത്തിൽ മടങ്ങി വരാൻ സുരേഷ് കുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സുരേഷ് കുമാർ, കമ്പനികൾ അവരുടെ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുമ്പോൾ കൺസൾട്ടിംഗ് മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കൺസൾട്ടിംഗ് മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മേജറായിട്ട് ചെയ്യുന്നത് ടെക്നോളജി കൺസൾട്ടിങ്ങിലാണ്. അപ്പോൾ ടെക്നോളജി കൺസൾട്ടിങ്ങിലേക്ക് വരുമ്പോഴും ഇവിടെ ഞാൻ ഈ പറയുന്ന AI വരുന്നത്. ഒരു കൺസൾട്ടൻ്റെ അടുത്ത് ചോദിച്ച് കിട്ടേണ്ട കാര്യങ്ങൾ ഇന്ന് ഒരു AI ടൂളിനോട് കുറച്ച് കൂടി എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ കൺസൾട്ടൻ്റെ അറിവിനെ മുഴുവൻ തന്നെ AI രീതിയിൽ AI ടെക്നോളജിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാണ് ഒരു കൺസൾട്ടൻ്റെ അടുത്ത് ഉപദേശം ചോദിച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് അയാളുടെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നതിന് പകരം
എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് എൻ്റെ AI പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് എനിക്ക് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു പരിധിവരെ വലിയ കോർപ്പറേറ്റുകൾക്ക് അവരവരുടെ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനുമായി വിനീഡ് കൺസൾട്ടൻറ്റ്, അതിപ്പോൾ ടെക്നോളജി മാത്രമല്ല, ഫിനാൻസ് കൺസൾട്ടൻ്റ് ആവാം, ഏത് മേഖലയിലാണെന്നാണെങ്കിലും ഇതിനൊരു ഫോർമാറ്റ് ആണല്ലോ. ഇപ്പോൾ ഏത് കൺസൾട്ടൻ്റ് ആണെങ്കിലും ചെയ്യുന്നത് എന്താ, അയാൾ ലേൺ ചെയ്ത ഒരു കാര്യം ഈ പർട്ടിക്കുലർ ഓർഗനൈസേഷന് വേണ്ടി അയാളൊന്ന് പഠിച്ച് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഈ ലേണിംഗ് AI ടൂളുകളോട് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ കമ്പനികൾക്ക് ഇത് വെട്ടിച്ചുരുക്കാനും ആ കൺസൾട്ടിങ് എന്ന് പറയുന്നതിനെ മാറ്റി വെക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സുരേഷ് കുമാർ, ക്ലയന്റുകൾ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഈ ജനറേറ്റീവ് AI നടപ്പിലാക്കാനാണോ അതോ ചെലവ് കുറയ്ക്കാനാണോ? ഇവിടെ ക്ലയൻറ്റുകൾ കൂടുതലും ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതും ജനറേറ്റീവ് AI പോലുള്ള ടൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എനിക്ക് എൻ്റെ ബിസിനസ് കൂടുതൽ ഓട്ടോമേറ്റ് ചെയ്യണം, ഒരു AI ഓട്ടോമേഷൻ കൊണ്ടുവന്ന് എനിക്ക് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ട് ബിസിനസ്സിനെ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതിനാണ് കൂടുതലും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു AI കോളിംഗ് ഏജൻറ്റ്, അപ്പോൾ ഒരു ആളുകളെ ഇരുത്തി കോൾ വിളിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യാനും അതിനെ ഒരു AI പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് ഈസി ആക്കാനും ലേൺ ചെയ്യിക്കാനുമാണ് കൂടുതൽ കമ്പനികൾ ശ്രമിക്കുന്നതും അതിൻ്റെ ആവശ്യങ്ങൾ കൂടി വരുന്നുമുണ്ട് മാർക്കറ്റിൽ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനു ബേബി, ഇപ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ കണ്ടെത്തൽ ലോയേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഈ തരത്തിൽ മറ്റു മേഖലകളിലേക്കും പുതിയ AI ടൂളുകൾ വരാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ അത് AI മേഖലയിലെ ജോലികളെ എത്രയധികം ബാധിക്കും? ഇപ്പൊ ഈ ആന്ത്രോപ്പിക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോയേഴ്സ് അല്ലെങ്കിൽ അത് അവരുടെ ഒരു സിംഗിൾ ടൂൾസ് മാത്രമോ, ഡെവലപ്പേഴ്സിന്റെ വേറെ ലാർജ് സ്കെയിൽ ഓഫ് ടൂൾസ് ആണ് ഈവൻ ഞാനടക്കം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ടൂൾസിനെ മുഴുവനും ഒരു സിംഗിൾ ഒരു ഏജന്റിലോട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തത് നമുക്കതിൻ്റെ നമ്മൾ അതിൻ്റെ പ്രോംപ്റ്റുകൾ കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് വരുന്നത് കറക്റ്റായിട്ട് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഇപ്പോൾ ഈ 2 ലക്ഷം കോടി ഇവിടുന്ന് വാനിഷ് ആയതിൻ്റെ ഇമ്പാക്റ്റ് ഇനി വരാൻ പോകുന്നത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാകും. ഒരു സെക്ടർ ഓഫ് ആൾക്കാർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 25-30 ഇയേഴ്സ് ഒക്കെ അല്ലെങ്കിൽ 50 ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെല്ലാവരും തന്നെ അവർക്ക് അവരുടെ പ്രോസസ്സിൽ നിന്ന് അവർക്ക് മാറേണ്ടി വരും. കാരണം ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്ന ഒരാൾ അയാൾ എടുക്കുന്ന ടൈം ഫ്രെയിമും ഈ പറയുന്ന ആന്ത്രോപ്പിക്കിന്റെ ടൂൾ എടുക്കുന്ന ടൈം ഫ്രെയിമും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം പ്രോജക്റ്റ് 1.5 മാസം അല്ലെങ്കിൽ 2 തീരുക എന്ന് പറയുമ്പോഴും പുറത്തിലുള്ള അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിലാണേലും അല്ലെങ്കിൽ ഇന്ത്യയിലാണേലും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ എന്തിനാണ് ആ കോഴ്സ് പഠിക്കുന്നത് എന്ന് ഉള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം അവരവിടെ പഠിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഇത് മുഴുവനും AI കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞു. ഇതുവരെയായിട്ടും മറ്റുള്ള ടൂൾസ്, ഇപ്പം ChatGPT ആയിക്കോട്ടെ, ഓരോ പർപ്പസിനും ഓരോ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ടൂൾസ് ഒന്നും ഇതുവരെ ഈ പറഞ്ഞ ഡെവലപ്പിംഗ് സെക്ഷനിലോട്ട് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഡെവലപ്പിംഗ് സെക്ഷനിലാണ്. അപ്പോൾ ഒരു ERP സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ സാപ്പ് പോലുള്ള വലിയ ലാർജ് സ്കെയിലുള്ള ആപ്ലിക്കേഷൻസ് 100 പേര് അല്ലെങ്കിൽ 200 പേര് അല്ലെങ്കിൽ ഒരു 500 പേരിരുന്ന് ചെയ്യുന്ന സാധനം കൂടി ഇതിനെ മാനേജ് ചെയ്യാൻ മാത്രം ഏകദേശം അതൊരു 20 പേര് 30 പേരിലോട്ട് അത് ചുരുങ്ങി കിട്ടും. അതിനെ ഡിവൈഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പം ബാക്കിയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ അവർ ബഗ്സ് ചെയ്തതിൻ്റെ ബഗ്സ് അത് ക്ലിയർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ടൈം ഫ്രെയിം ഇത് മുഴുവൻ ഇത് കുറയും. ഇതിന്റെ ആദ്യത്തെ വെർഷൻ, ആന്ത്രോപ്പിക്കിന്റെ ആദ്യത്തെ വെർഷന്റെ അകത്ത് ധാരാളം ബഗ്സ് ഉണ്ടായിരുന്നു. അത് വരുന്ന അതിന്റെ ലോജിക്കലി ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ അവർ പെർഫെക്റ്റ്ലി അവരത് ഇത് ചെയ്തു. ഈ കാര്യം കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഫണ്ട് ഈ പറയുന്ന ഷെയർ മാർക്കറ്റിൽ നിന്ന് അവർ വലിച്ചത്. കറക്റ്റ്. അതെ. അപ്പോൾ ഇത് വരുമ്പോൾ ആന്ത്രോപ്പിക്കിൻ്റെ ഈ കണ്ടെത്തൽ നിലവിൽ വരുമ്പോൾ ഏതൊക്കെ തൊഴിലുകളാണ് വൈപ്പ് ഔട്ട് ചെയ്യാൻ പോകുന്നത്?
പ്രധാനമായിട്ടും യൂസർ ഇന്റർഫേസ്, അതായത് അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഒരു തൊഴിൽ മേഖലയാണ്. അതായത് ഡിസൈനേഴ്സ് ഈ യൂസർ ഇന്റർഫേസ് കംപ്ലീറ്റ്ലി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ അതിനകത്തുനിന്ന് ജോബ് അവർക്ക് നഷ്ടമാകും. ഡയറക്റ്റ്ലി അവർക്കത് നഷ്ടമാകും. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അത് കോഡിങ് ചെയ്യുന്നവർക്ക്, ഈവൻ ഡെവലപ്പേഴ്സ്, മൂന്ന് തരം ഡെവലപ്പേഴ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, കുറച്ച് മീഡിയം ലെവലിലുണ്ട്, ഹൈ ലെവലിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതിനെ ബേസ്ഡ് ആയിട്ടാണ് നിലവിൽ സാലറി സ്ട്രക്ചർ പോലും ഈ പറയുന്ന കമ്പനികൾ കൊടുക്കുന്നത്, എക്സ്പീരിയൻസ്ഡ് എന്നെ ബേസ് ചെയ്തിട്ട്. ഈ പറയുന്ന 3 സ്ട്രക്ചറും അവിടെ ഇല്ലാതെയാകും. പുതിയ പിന്നെ ഇത് മാത്രമല്ല, ആന്ത്രോപ്പിക്ക് മാത്രമല്ല, വേറെ 1-2 കമ്പനികളും കയറി വരുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് എന്തെങ്കിലും ആക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പോഴാക്ട് ചെയ്യണം. ഇതിന്റെ മുഴുവനും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വളരെ വലുത്. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്. ആ സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു എക്കണോമിക്കലി മാത്രമല്ല. താങ്കൾ IT സംഘടനയുടെ പ്രസിഡന്റ് ആണല്ലോ. താങ്കളുടെ സംഘടനയിലുള്ളവരുടെ ജോലി സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ മുൻപോട്ട് വെക്കുന്നത്? ഇതിനകത്ത് ഒന്ന്, AI വരുമ്പോഴത്തേക്കും, ഇപ്പൊ ടെക്നോളജി ഓരോ കാലഘട്ടങ്ങളിലും വരും. ടെക്നോളജി വരുമ്പോൾ കുറച്ച് പേർക്ക് തൊഴിൽ പോകും, കുറച്ച് മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതാണ് ഇവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണേണ്ടത്. ഇവിടുത്തെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി സെക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് കമ്പനികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളും റോബോട്ടിക്സിലോട്ടും AI ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ടും നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ടെക്നോളജി ആയിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ആ ടെക്നോളജിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ AI വന്നു കഴിഞ്ഞു. അപ്പം ഒരു കമ്പനി ഒരു 10 വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി നമുക്കത് 1 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലെവലിലോട്ട് ഉള്ള ഉദ്യോഗസ്ഥരെ, ഇതിനെ പറ്റിയിട്ട് വളരെ ലോജിക്കലി അറിയാവുന്ന ഉദ്യോഗസ്ഥരെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് കറക്റ്റ് ചെയ്യണം. ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരിയേറെ പണം അതിൻ്റെ അകത്തോട്ട് മാറ്റി വെക്കുന്നതിലോ അല്ല. ഇത് ലോജിക്കലി ഇത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഇത് ക്ലിയർ ആകൂ. ശരി, ശ്രീ സുരേഷ് കുമാർ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റുകളിൽ ആന്ത്രോപ്പിക് പോലുള്ള കമ്പനികളുടെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഇതിന്റെ മാറ്റം കൊണ്ടുവരുന്നതിന്റെ സ്പീഡാണ്. ഇപ്പോൾ അവിടെ മിസ്റ്റർ അനൂപ് പറഞ്ഞു നമുക്ക് ആളുകളെ കുറയ്ക്കാം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സ്പീഡ് കൂടി കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. ഇത് തന്നെയാണ് എല്ലാ എൻ്റർപ്രണേഴ്സിലും നോക്കുന്നത്. ഒരു കാര്യത്തിന് എത്ര പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഇതേപോലെ ആന്ത്രോപിക് പോലെയുള്ള അല്ലെങ്കിൽ ChatGPT പോലെ AI ടൂളുകൾ സ്പീഡാക്കും, കാര്യങ്ങളെ സ്പീഡാക്കും. അപ്പോൾ ഇവിടെ 2 രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ട്രഡീഷണൽ രീതിയിൽ പോകുമ്പോൾ അതിനൊരു എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു ടെക്നോളജി ഓറിയൻറ്റുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ സ്പീഡാവുന്നുണ്ട്, കോസ്റ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സൈഡിലുള്ള ആളുകളുടെ എല്ലാം തന്നെ ചിന്താഗതി, എല്ലാ ബിസിനസ്സുകാരുടെ ഒരു ചിന്താഗതി എന്താ, എനിക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റും, എനിക്ക് പെട്ടെന്ന് എങ്ങനെ നടക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ. എനിക്ക് എത്ര സമയത്തുള്ള കാര്യം നടക്കും, എന്ത് കാശിന് ഇത് കിട്ടും. പോയിന്റിൽ വരുമ്പോൾ അവിടെ മാനുവൽ ചെയ്യുന്ന കാര്യങ്ങളെക്കാട്ടിലുപരി സ്പീഡായിട്ട് ഡെലിവറി ചെയ്യാനും സ്പീഡായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടാനും വേണ്ടിയാണ് എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ഈ പറയുന്ന ടൂളുകളുടെ അട്രാക്ഷൻ വരുന്നത്. അവിടെയാണ് ഈ ടൂളുകളുടെ പ്രസക്തിയും വരുന്നത്. പക്ഷേ ഇത് വേറൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾക്കനുസരിച്ച്, ഇപ്പോൾ നേരത്തെ ഇവിടെ മിസ്റ്റർ അനൂപൊക്കെ പറഞ്ഞ പോലെ പല പുതിയ കാര്യങ്ങൾ വരുന്നു, അതിനനുസരിച്ച് പുതിയ ജോലി സാധ്യതകൾ വരുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുന്നു. ഇപ്പോൾ കോൾ സെൻറ്റർ പോലെയുള്ള സിസ്റ്റംസ് എനിക്ക് തോന്നുന്നില്ല അധിക കാലത്തിനുള്ളിൽ അതൊക്കെ ചിലപ്പോൾ ഇല്ലാതെയായി. നമുക്കൊരു ഇടത്തിൽ വിളിച്ചൊരു ഇൻഫർമേഷൻ കിട്ടണമെന്നാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു AI ഏജന്റിനോട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, അവിടെ ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടായിരുന്നില്ല എന്ന് വരാം. പക്ഷേ അവിടെ ഈ AI ഏജന്റിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ട്രെയിനേഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയാവുന്ന ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ AI മേഖലയിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് അനലൈസ് ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും ഒരു മേഖല വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വരുമ്പോഴും
മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റർപ്രണേഴ്സ് തീർച്ചയായിട്ടും ടെക്നോളജീനെ ആക്സെപ്റ്റ് ചെയ്യണത് സ്പീഡും കോസ്റ്റും ഇവിടെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇതിനെ ഉൾക്കൊള്ളുന്നത്. പക്ഷേ ടെക്നോളജിയോട് നമുക്ക് മുഖം തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ലല്ലോ സുരേഷ് കുമാർ. ഇല്ല, ടെക്നോളജി മുന്നോട്ട് ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പക്ഷേ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഇതിനൊക്കെ ഏത് രീതിയിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കും, അതിനെന്ത് മുൻകൈ എടുക്കണം എന്നുള്ളത് ഗവൺമെൻറ് ലെവലിലൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനോടൊപ്പം ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്യാതെ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പണ്ട് മാനുവലി ചെയ്തിരുന്ന കാര്യങ്ങളെ ഓട്ടോമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ചിന്തിച്ചത് വേണോ വേണ്ടയോ, പക്ഷേ അത് വന്നത് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് നമ്മുടെ സാധ്യതകൾ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അല്ലേ, ഇപ്പോൾ എസ് ടി ഡി ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 10 എസ് ടി ഡി ബൂത്ത് പോയെടുത്ത് ഇന്ന് 100 മൊബൈൽ ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റികൾ ഏതാണ് എന്ന് കണ്ടെത്താനും അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പറയാറുണ്ടല്ലോ ന്യൂ നോർമൽ, ഒരു പുതിയ ന്യൂ നോർമൽ വരും. അതായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത്, ഒരു പുതിയ ന്യൂ നോർമൽ ആയിരിക്കും. ശരി, ശ്രീ അനൂപ്, ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ തൊഴിലുകൾ നഷ്ടമാകുന്നതോടൊപ്പം തന്നെ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായി എടുത്തു കാണിച്ചുകൂടെ? ഓക്കെ, അതായത് ഇന്നേ വരെ ടെക്നോളജിയോട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളും ഇന്നേ വരെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ടെക്നോളജി വരുമ്പോൾ ആ ടെക്നോളജിക്കകത്ത് ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ പാടെ പരാജയപ്പെട്ടതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒരു ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ വെച്ചാൽ അതിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടും എന്നുള്ളത്, എത്ര പേരുടെ തൊഴിൽ പോകും എന്നുള്ളത് അത് ലോജിക്കലി കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലുള്ള പല ഉദ്യോഗസ്ഥരുടെയും അവരുടെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഇതൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലും സെൻട്രൽ ഗവൺമെൻറ്റുകളിലുമുണ്ട്. ഓരോ ടെക്നോളജിയും വരുന്ന സമയത്ത് ആ ടൈമിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. ആ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്റിനല്ല, ഇത് IT കമ്പനികൾക്കാണ് ഇതിന്റെ ലോസ്. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും അതിന്റെ ഇൻവെസ്റ്റേഴ്സ് വന്ന് പല രീതിയിൽ ക്രൗഡ് ഫണ്ടിങ് ആയിട്ടും അല്ലാതെയായിട്ടും ചെയ്തിരിക്കുന്ന ഈ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ, അവര് റിസ്ക് എടുത്ത് ചെയ്തിരിക്കുന്ന ഈ ഫണ്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, IT കമ്പനികൾ ഇന്ത്യയിൽ വളർന്നു വന്നത് ഒരിക്കലും ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടല്ല. അവർ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പല രീതിയിൽ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള ടെക്നോളജിയിൽ ഓരോ ടൈമിലും അവർ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ആന്ത്രോപിക് പോലുള്ള കമ്പനികളുടെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ചു വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാൻ. കാരണം ഇതുവരെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾക്കാണ് പൈസ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഡോളറിലും കമ്പനികൾക്ക് പൈസ കൊടുത്തു. ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഫണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു ഇതാണ്. ഇത് മാത്രമല്ല, AI ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പറയുന്ന ഓഫീസ് ഒരു ഇൻഫ്രാസ്ട്രക്ചറിനുള്ളതും അതുപോലെ തന്നെ അതിന്റെ എന്റർപ്രൈസ്, അതിന്റെ ആ ഒരു മേഖലയിലുള്ള എല്ലാ സെക്ടറിലോട്ടും ഇപ്പൊ ഫണ്ട് ഇപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ത്യൻ ഗവൺമെന്റ് അതിനു വേണ്ട കൃത്യമായിട്ടുള്ള ആ ഫീൽഡിൽ സംഭവിക്കുന്ന ഇമ്പാക്ട് കൃത്യമായിട്ട് പഠിച്ചത് ആ സമയത്ത് അതിനെ നേരിടുക എന്നുള്ളതാണ്. സുരേഷ് കുമാർ, ഈ ആന്ത്രോപിക്കിൻ്റെ ഈ കണ്ടെത്തൽ താങ്കളെ പോലുള്ള IT കൺസൾട്ടൻസിന് ഭീഷണിയാണോ? ഭീഷണി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിലേക്ക് അപ്ഡേറ്റ് ആവണം. അതായത് ഈ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് വഴിതിരിച്ചു വിടാനുള്ള ഒരു ഉത്തരവാദിത്തമായിരിക്കും നമ്മളെപ്പോലുള്ള കൺസൾട്ടന്മാരുടെ മേലെ ഉണ്ടാവുക. ഇപ്പോൾ ആന്ത്രോപിക് വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താന്നുള്ളത് മനസ്സിലാക്കുക, അതായത് ഇത് ഏറ്റവും കൂടുതൽ ഇത് അപ്ഡേറ്റ് ആവുക എന്നുള്ളതില്ല, അത് തന്നെ ഇതൊരു ചലഞ്ച്. കാരണം ഇന്ന് കണ്ട കാര്യങ്ങളെല്ലാം നാളെ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഒരു കാലഘട്ടത്തിൽ ഒരു ഡെവലപ്പർ ഒരു നിശ്ചിത കാലം പഠിച്ചു കഴിഞ്ഞാൽ മേ ബി അടുത്തൊരു 4-5 വർഷമൊക്കെ അയാൾ ആ ഒരു അറിവിൻ്റെ മുകളിൽ ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അയാളുടെ സ്കില്ലാണ് അതിൽ കൂടുന്നത്. പക്ഷേ ഇന്ന് ഈ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അപ്ഡേഷൻ എന്നുള്ളതുണ്ടല്ലോ, ഇന്നലെ കണ്ടതും ഇന്ന് കണ്ടതും തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ അപ്ഡേഷൻ എന്നുള്ളതാണ് ഒരു ചലഞ്ചായിട്ട് കാണുന്നത്. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ
പല മേഖലകൾ ഇത് ബാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിനെ ഇത് ബാധിക്കും. അത് ഞാൻ പറഞ്ഞു, കൺസൾട്ടിങ് പോലെയുള്ള സർവീസുകൾക്കൊക്കെ തന്നെ. കാരണം കണ്ടന്റ് ക്രിയേഷനാണ് ഏത് AI പ്ലാറ്റ്ഫോമിലാണെങ്കിലും മെയിൻ ആയിട്ട് വരുന്നത് കണ്ടന്റുകൾ കിട്ടാൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാൻ. ആ നോളജ് എല്ലാം തന്നെ ഈ പ്ലാറ്റ്ഫോമുകൾ ഇൻബിൽട്ടായിട്ട് ആൾറെഡി അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് ആളുകൾക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഒരു ഹ്യൂമൻ ടച്ചോടുകൂടി നടക്കേണ്ട കാര്യങ്ങൾ, ഒരു ഓർഗനൈസേഷനെയോ ഒരു വ്യക്തിനെ മനസ്സിലാക്കാൻ, ഇപ്പം ഞാൻ താങ്കളെ കണ്ട് സംസാരിച്ച് മനസ്സിലാക്കുമ്പോൾ താങ്കൾ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയുള്ളൊരു കൺസൾട്ടിങ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ഉപദേശമാണ് നൽകേണ്ടത് എന്നുള്ള ഒരു ഹ്യൂമൻ ടച്ച് ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചോദിക്കുന്നോ അതിനൊരു ഉത്തരം തരുന്നു. അത് ലോകത്ത് എവിടെയുള്ള ഒരാൾക്കും കിട്ടാവുന്ന ഒരു ഉത്തരം. അതേസമയം ആ ഓർഗനൈസേഷനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടല്ലോ, അതിവിടെ മിസ്സാവുന്നുണ്ട്. ശ്രീ അനു ബേബി, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കളുടെ സംഘടനയിൽ അല്ലെങ്കിൽ താങ്കൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ എത്ര പേര് IT സെക്ടറിൽ അപ്ഡേറ്റഡ് ആണ്? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റുകളിൽ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അവരുടെ വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജികൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഇവർ ഏകദേശം ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം പുറകിലായിരിക്കും. അതാണ് ഇപ്പോൾ ഒരു വർഷം ഏതെങ്കിലും ഒരു കമ്പനികളുടെ ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 20 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിനൊക്കെ ഉള്ള ചിലപ്പോൾ കോൺട്രാക്ട് ആയിരിക്കും. ആ കോൺട്രാക്ട് തീരുന്ന പറയായിരിക്കും ഇവരിറങ്ങുമ്പോൾ അത്രയും ബാക്കിലായിരിക്കും ഇതുള്ളത്. അപ്പോൾ ഈ IT കമ്പനികൾ കൂടുതലും പുതിയ ടെക്നോളജികൾ വരുന്നതിനനുസരിച്ച് അവിടുത്തെ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, വളരെ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ അത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ ഇതുപോലുള്ള അമേരിക്കൻ കമ്പനികളുടെ ഈ കടന്നുകയറ്റം നമുക്കതിനെ ചെറുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹ്യൂമൻ ടച്ച്, അതായത് ഇപ്പം സാർ പറഞ്ഞ പോലെ ഹ്യൂമൻ ടച്ചിനകത്ത് വരുന്ന അത് ഇതിന്റെ അൽഗോരിതം എന്ന് പറയുന്നത് വളരെ വലിയൊരു അൽഗോരിതമാണ്. ലോജിക്കലി നമ്മൾ 10 പേര് കൊടുക്കുന്ന ഒരേ രീതിക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റ് ആണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന റിസൾട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ലോജിക്കലി ചിന്തിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോംപ്റ്റിന്റെ ലോജിക്കലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും, വളരെ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണ് കൂടുതലും ഇത് കാൽക്കുലേറ്റർ ഉണ്ട്. അത് നമുക്കൊരു 1-2 കാര്യങ്ങൾ പോലെ കോഡിങ് ഡെവലപ്പേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഏത് മെത്തേഡ് ഓഫ് അൽഗോരിതം ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റ് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെ കയറി വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു AI ടൂളുണ്ട്. അവരുടെ യൂസർ ഇന്റർഫേസ് അടക്കം വളരെ നല്ല പ്ലാറ്റ്ഫോമിൽ കയറി വരുന്നു. പക്ഷെ അവർക്ക് ലോജിക്കലി കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ ഈ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള 3-4 കമ്പനികൾ വരികയും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വരികയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വരും. ഞാൻ ആദ്യം പറഞ്ഞു, ആന്ത്രോപിക് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒരു ഡീറ്റെയിൽസും ഗൂഗിൾ ലിസ്റ്റിങ്ങിൽ പോലും വിട്ടിട്ടില്ല. കാരണം ഗൂഗിളിന് അറിയാം അതിന് അടക്കമുള്ള പോകുന്നുള്ള കാര്യം. അപ്പൊ അവരത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറയുന്ന കോമ്പറ്റീഷൻസ് നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ IT ശരി. ശ്രീ അനു ബേബി, കമ്പനികൾക്കാണ്. കാരണം അവരിതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സുരേഷ് കുമാർ, പുതിയ തലമുറയെ ഈ പുതിയ സാങ്കേതിക വിദ്യയുമായി പരിചയപ്പെടുത്തുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഗവൺമെൻറ് തലത്തിൽ സ്വീകരിക്കേണ്ടത്? തലത്തിൽ 2 രീതി. ഒന്ന്, പുതിയ തലമുറ എല്ലാവർക്കും AI പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ സ്കൂള്, കോളേജ് ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. അവര് എങ്ങനെ, കാരണം അവരാണ് ഇന്നത് ഫേസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എവിടെയായിരിക്കും ടെക്നോളജി നിൽക്കണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് അയാൾക്ക് വേണ്ട AI ടെക്നോളജിയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം, അതിന് പ്രത്യേകിച്ച് കാരണം മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. പക്ഷേ ഇനി അയാൾക്ക് തൊഴിലിലേക്ക് പോകണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഗ്രാഹ്യമാണെങ്കിൽ ഇന്ന് പ്രൈവറ്റ് കോഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്.
ഇതിന് ഈ കാലഘട്ടം മാറിയ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഇപ്പോൾ ഇതിനു വേണ്ടി അതിൽ പഠിച്ച് ഇറങ്ങാൻ വേണ്ടി പ്രത്യേകിച്ചുള്ള ചില കോഴ്സുകൾ തുടങ്ങുക, അതിനുവേണ്ടി ചില ഷോർട്ട് ടേം ക്ലാസ്സുകൾ കോളേജ് അടിസ്ഥാനത്തിലും യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിലും ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു അഭിപ്രായമുണ്ട്. പിന്നെ കൂടാതെ പബ്ലിക്കായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ പുതിയ ടെക്നോളജികൾ മാർക്കറ്റിൽ വരുമ്പോഴും ഇതൊന്നും അറിയാനുള്ള വേറെ സാധ്യതകൾ അറിയണമെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഓൺലൈനും അല്ലാതെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി മെക്കാനിസം നമുക്ക് സൊസൈറ്റിയിലില്ല. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിലൊക്കെ ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജികളെ പറ്റി ക്രാഷ് കോഴ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. അവിടെ സുരേഷ് കുമാർ, നിലവിലുള്ള IT ജീവനക്കാർക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യകളിലേക്കും അപ്സ്കിൽ ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്? ഒന്നവിടെ നേരത്തെ അവിടെ മിസ്റ്റർ അനൂപ് പറഞ്ഞ പോലെ സമയക്കുറവ് തന്നെയാണ് ഇവിടുത്തെ വിഷയം. കാരണം എല്ലാ ആളുകളും തന്നെ അവരുടെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഈ ട്രഡീഷണൽ രീതിയിലുള്ള ചെയ്യണ ജോലിയായിട്ട് വെച്ച് നോക്കുമ്പോൾ അവർക്കിത് അപ്സ്കിൽ ചെയ്യാനുള്ള അവർക്ക് സമയം കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം പഠിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടെ ഒരു റീപ്ലേസ്മെൻറ്റ് ചിലപ്പോൾ പെട്ടെന്ന് നടക്കും. കാരണം ഈ ടൂളുകളെല്ലാം പഠിച്ച് വരുന്ന ആൾക്കാരായിരിക്കും മാനേജ്മെൻറ്റ് ചിലപ്പോൾ കുറഞ്ഞ കോസ്റ്റിൽ പെട്ടെന്ന് ഇവരെ കൊണ്ട് പണിയെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവർ അബ്സോർവ് ചെയ്യും. ഇവർക്ക് സമയക്കുറവ് കൊണ്ടും ഇവർക്ക് ചില ആളുകളുടെ മൈൻഡ് സെറ്റ്, ഞാൻ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്കിതൊന്നും വേണ്ട, ഇത് ഇങ്ങനെ എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ജോലിക്കാരും, അതിനോടൊപ്പം ഇത് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാനോ ഇതിനോ സാഹചര്യങ്ങളോ സാമ്പത്തികമോ ഇല്ലാത്തതിനെ കൊണ്ട് പറ്റാത്ത ആൾക്കാരും. അപ്പോൾ ഇവിടെ സംഭവിക്കുക, ഇതിനെപ്പറ്റി അറിഞ്ഞ് പഠിച്ചു വരുന്ന പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ഈ ട്രഡീഷണൽ പോയിരുന്ന ആൾക്കാരുടെ ജോലികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ അനൂപ് ബേബി, AI ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഡാറ്റ സുരക്ഷാ പ്രശ്നങ്ങളെയും സൈബർ വെല്ലുവിളികളെയും എങ്ങനെ നേരിടണം? ആക്ച്വലി ഞാൻ ഈ ഒരു കാര്യം വളരെ ഇതിനകത്ത് ഈ ചർച്ചയിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് ഈ AIക്ക് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ മാത്രമാണ് കൂടുതലും. അതായത് ജോലി പോകുന്നതിന് ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇത് വരുന്നതോട് കൂടിയിട്ട് ഒത്തിരി യൂസർ ഫ്രണ്ട്ലി ആകുന്നുണ്ട് എന്നുള്ളത് ഇത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡുണ്ട്. സൈബർ ക്രൈമുകൾ ഇനി രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ ഉണ്ടാകാട്ടിലും ഒരു 100 ഇരട്ടി കൂടുതലായിരിക്കും. അതിന് ഒരു പോളിസീസോ ഒരു നിയമങ്ങളോ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം ചൈന അടക്കം ഉള്ള രാജ്യങ്ങളിൽ അവർ 5ാം ക്ലാസ് തൊട്ട് തന്നെ അവിടുത്തെ കുട്ടികൾക്ക് AI പഠിപ്പിച്ചു തുടങ്ങി. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ അവരെ പുറത്തുനിന്നുള്ള ട്രെയിനിങ് സെന്ററുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ AI പോലുള്ളതും ഇപ്പോഴും പൈത്തൺ അടക്കമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാമാണ് ഈ ആന്ത്രോപ്പിക് അടക്കമുള്ള കമ്പനികൾ അവർ AIയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അറിഞ്ഞിട്ടേ ഇല്ല. ശരി അനൂപ്, ഞാൻ നിലപടിയാണ്, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ഓരോ സാങ്കേതികവിദ്യ വരുമ്പോഴും മനുഷ്യൻ അതിനോട് പൊരുത്തപ്പെടാറുണ്ട്. എന്നാൽ AIയുടെ വളർച്ച വേഗത മുൻപുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. ഇതിനെ ഒരു വെല്ലുവിളിയായി കാണാതെ അവസരമായി മാറ്റിമറിക്കാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഇതിനായി വേണ്ടിവരും. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ വിജയകുമാർ, അനൂപ് ബേബി, സുരേഷ് കുമാർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.